ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റർ സ്റ്റേജൻ. അപ്പോൾ ഇന്നത്തേത് ഒരു സിമ്പിൾ സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ വീട്ടിൽ ബാക്കി വന്ന ചോറും അതേപോലെ തന്നെ 2 സവാളയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു കറുമുറ സ്നാക്സിൻ്റെ റെസിപ്പീസാണ് കേട്ടോ. അപ്പം നമ്മുടെ ചോറൊക്കെ ആണെന്നുണ്ടെങ്കിലും ബാക്കി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ കുട്ടി സ്നാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വയറ് നിറച്ച് കഴിക്കാം. കൂടെ തന്നെ ഒരു ടൊമാറ്റോ സോസോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂട് ചായയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പുറം ബാക്കിയാണെങ്കിൽ നല്ലതുപോലെ മുരിഞ്ഞ് ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കണ്ടോ ഇതേപോലെ കുഞ്ഞു സ്നാക്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്ലേറ്റ് നിറച്ച് സ്നാക്സ് നമുക്ക് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. നമുക്ക് പൊട്ടുന്ന സമയം കളയാതെ എങ്ങനെയാണ് നമ്മുടെ അടിപൊളി സ്നാക്സ് റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്നാക്സ് റെഡിയാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ചോറാണ്. ഞാനിവിടെ കുത്തരിയുടെ ചോറാട്ടോ എടുത്തിരിക്കുന്നത്. ഏത് അരിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. കണ്ടതാ ഇതേപോലെ 1 കപ്പ് ചോറെടുത്ത് നമ്മുടെ ചെറിയ മിക്സിയുടെ ജാറിലേക്കാണ് ഞാൻ മാറ്റി കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിനകത്തേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാടങ്ങ് പേസ്റ്റ് പോലൊന്നും അരിക്കണ്ട. ചെറിയൊരു തരിതരിപ്പ് ഇങ്ങനെ നിൽക്കാൻ പാകത്തിന് നന്നായിട്ടൊന്നിങ്ങ് കറക്കിയെടുത്ത് കൊണ്ടുവന്നാൽ മാത്രം മതി. ഇതാ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കണ്ടത് ഇതേപോലെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് അരച്ചെടുത്തതാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ ഒരുപാടങ്ങ് വെള്ളം കൂടുതലൊന്നും ആയിട്ടില്ല. ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള ചേരുവകളൊക്കെയും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ബൗളിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ബൗളിലേക്ക് നമ്മളങ്ങ് മാറ്റി കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിനകത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് ചോറ് എടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 3 സവാള ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ തീരെ കനം കുറച്ച് നീളത്തിലാണ് നമ്മൾ ഈ സവാളയൊക്കെയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ മീഡിയം സൈസ് ഉള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ തീരെ ചെറിയ സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4-5 സവാള വരെയൊക്കെ നമുക്ക് എടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചോറിലേക്ക്. കൂടെ തന്നെ എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും അതേപോലെ തന്നെ 1 ടീസ്പൂൺ നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കണ്ട. ഇതേപോലെ ഇഞ്ചി മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റ് വേണ്ടി ഒരു 2-3 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും അതേപോലെ തന്നെ ഒരു ചെറിയൊരു പിടി മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് എപ്പോഴും കിട്ടുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാൻ എന്താ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ അത്ര മാത്രം മതി ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി. കളറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ എടുത്ത് നമ്മുടെ കാശ്മീരി റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കായത്തിൻ്റെ പൊടിയും അതേപോലെ തന്നെ നമ്മൾ ചെറിയ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. ഇതേപോലെ ഒരു പിഞ്ച് അത്ര മാത്രം മതിയാവും. ഇനി ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തേണ്ടായതില്ല. അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൈവച്ച് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ആ ചോറും സവാളയും അതേപോലെ തന്നെ മല്ലിയിലയും കറിവേപ്പിലയും ഇഞ്ചിയും മുളക് പൊടിയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ കൈവച്ച് ഇതേപോലെ ശരിക്കും ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെ കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ സവാളയിൽ നിന്നാണെങ്കിലും ആ നീരൊക്കെ ആണെങ്കിലും ശരിക്കും അങ്ങ് ഇറങ്ങി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് വരും. കണ്ടത് ഇതേപോലെ നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ശരിക്കും നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങ് വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് കടലപ്പൊടിയും അതേപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ നമ്മുടെ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കടലപ്പൊടിയെ കറക്റ്റ് ഒരു അളവ് നമ്മൾ പറയുന്നില്ല. കാരണം എടുത്തിരിക്കുന്ന സവാളയും ചോറിൻ്റെ ഒക്കെ വ്യത്യാസം അനുസരിച്ച് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ രീതിയിൽ ഒന്ന് വ്യത്യാസം വന്നിരിക്കും. ഞാനിവിടെ ടീസ്പൂണിന് 4 ടീസ്പൂണാണ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂണൊന്നും വേണ്ട, ടീസ്പൂണിൽ മാത്രമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന കടലപ്പൊടിയും അരിപ്പൊടിയും എല്ലാം ആ സവാളയുടെ മിക്സുമായിട്ട് നന്നായിട്ട് തന്നെ കൈവച്ച് ശരിക്കും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കയ്യിലെടുത്ത് കഴിയുമ്പോൾ പൊടിഞ്ഞു പോരുന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ അങ്ങ് യോജിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി കടലപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ നോക്കിയിട്ട് കുറച്ചങ്ങ് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും.
അപ്പോൾ എടുത്തിരിക്കുന്ന ആ സവാളയുടെയും അതേപോലെ തന്നെ ചോറിൻ്റെയൊക്കെ വേവ് അനുസരിച്ച് ചിലപ്പോൾ കടലപ്പൊടിയുടെ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ ഒന്ന് വ്യത്യാസം വന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 4 ടീസ്പൂണാണ്. അത് കറക്റ്റായിരുന്നു. കണ്ടത് ഇതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ കയ്യിൽ കുറച്ചെടുത്ത് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഒട്ടും തന്നെ വിട്ടൊന്നും പോരാതെ എണ്ണയിലേക്ക് കറക്റ്റായിട്ട് ഇതേപോലെ ഇങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ വേറെ എക്സ്ട്രാ പൊടികൾ ഒന്നും തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അരിപ്പൊടി ഒരുപാട് അങ്ങ് കൂടി പോകണ്ട, ഒരു 2 ടീസ്പൂൺ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കടലമാവ് കുറച്ചങ്ങ് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വേറെ ഒന്നും തന്നെ ഇല്ല, നേരെ ചൂടായ എണ്ണയിലേക്കിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ എണ്ണയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുക. അതിനുശേഷം കയ്യിൽ കുറച്ച് വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ എണ്ണയോ ഒന്ന് പറ്റി കൊടുത്തതിന് ശേഷം ഇതേപോലെ കുറച്ചെടുത്ത് എണ്ണയിലേക്കിട്ട് 2 വശം അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് അങ്ങ് വീണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ കുറച്ചൊന്ന് വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണയോ നമ്മളൊന്ന് പറ്റി കൊടുക്കുന്നത്. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. കാരണം ഒരുപാട് അങ്ങ് കനമൊന്നും ഉള്ളതല്ല, തീരെ നൈസായിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇതായിരിക്കും വെന്ത് വരാനാണെന്നുണ്ടെങ്കിലും എളുപ്പം ഉണ്ടാവുക, അതേപോലെ തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇതേപോലെ കുട്ടി സ്നാക്സ് ആയിട്ട് റെഡിയാക്കി എടുക്കുമ്പോഴായിരിക്കും. 2 വശമൊക്കെ മുരിഞ്ഞ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുത്ത് മാറ്റി വെച്ചിട്ട് അടുത്തതും ഇതേപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഇതേപോലെ കുട്ടിയായിട്ട് റെഡിയാക്കി എടുക്കുമ്പോഴായിരിക്കും കാണാനാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുക, അതേപോലെ തന്നെ ഉള്ളൊക്കെ ആണെങ്കിൽ നല്ലപോലെ വെന്ത് ശരിക്കും മുരുമുരാന്ന് വരുന്നത് ഇതേപോലെ കുഞ്ഞതായിട്ട് റെഡിയാക്കി എടുക്കുമ്പോഴായിരിക്കും. കണ്ടതായി ഇതേപോലെ പെട്ടെന്ന് മുരിഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാം ഇതേപോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. കണ്ടതാ നമുക്ക് ഒരു പ്ലേറ്റ് നിറച്ച് തന്നെ കിട്ടിയിട്ടുണ്ട്, കുട്ടി സ്നാക്സ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. നമ്മുടെ ചോറും സവാളയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന കുഞ്ഞു ചേരുവകളും ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു തട്ടിക്കൂടി സ്നാക്സ് തന്നെയാണ്. ഒരുപാട് മസാലക്കുത്തോ അങ്ങനെ ഒന്നും തന്നെയില്ല, എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എരിവൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് തീരുമാനിക്കാവുന്നേ ഉള്ളൂ. ആ പച്ചമുളകിൻ്റെ എരിവൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് തീരുമാനിച്ചാൽ മാത്രം മതി. കഴിക്കാൻ നേരത്ത് ഒരുപാട് അങ്ങ് തണുത്ത് പോയിട്ട് കഴിക്കരുത്. ഒരു ചെറു ചൂടോടെ സോസിൻ്റെ കൂടെ എന്നിട്ട് ചൂട് ചായയുടെ കൂടെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ബൈ.